വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ബിജെപിയുടെ നയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മധ്യ കേരളത്തിൽ ബിജെപിക്ക് സീറ്റുകൾ ഉറപ്പിക്കണമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തേണ്ടതുണ്ട്. വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴും അതാണ് സാഹചര്യം. മിഡിൽ കേരളയിൽ നിന്ന് ഏറ്റവും നല്ല ബിജെപിയുടെ ഒരു നീക്കം ഉണ്ടാകുന്നത് PC ജോർജിനെയും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജിനെയും പാർട്ടിക്കൊപ്പം നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അവിടെ PC ജോർജും ഷോൺ ജോർജുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? ഷോൺ ജോർജ് എവിടെയാണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്? നമ്മൾ വിശദമായി നോക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ BJP എന്ത് ശ്രമങ്ങളാണ് നടത്തുന്നത്, എന്ത് നീക്കങ്ങളാണ് എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഷോൺ ജോർജിന്റെ പേര് തന്നെയാണ്. ഷോണിനെ ഇത്തവണ പാലായിൽ മത്സരിപ്പിക്കുക എന്ന നീക്കത്തിലേക്കാണ് BJP കടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പാലാ പോലെ ഒരു നിയോജക മണ്ഡലം പിടിക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നല്ല. ആ പേര് എപ്പോഴും ചേർത്ത് വെക്കപ്പെടുന്നത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ആ പേരിന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് മറ്റൊരു പര്യായമായിരുന്നു മാണി എന്ന പേര്, KM മാണി എന്ന പേര്. പക്ഷേ അതിൽ സാഹചര്യം മാറിയിട്ടുണ്ട്. പാല ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പമല്ല നിൽക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. എന്ത് തന്നെയാണ് എങ്കിലും പാല പോലെ ക്രൈസ്തവ വോട്ടുകൾക്ക് ആധിപത്യമുള്ള കേരള കോൺഗ്രസുകളുടെ തട്ടകത്തിൽ അടക്കം BJP പോരിന് ഇറങ്ങുമ്പോൾ അവിടെ പാല പിടിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. അത്തരം ശ്രമത്തിലേക്കാണ് BJP കടക്കുന്നത്. ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിച്ചുകൊണ്ട് കടുത്ത മുന്നേറ്റം നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. എന്തുകൊണ്ട് ഷോൺ ജോർജ് എന്നതാണ് സ്വാഭാവികമായും ഇവിടെ പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ പോകുന്ന സംശയം. അതിൻ്റെ ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക്, അതായത് നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഷോൺ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഈ പാലാ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്നാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, പഴയ പൂഞ്ഞാറിനൊപ്പം ഉണ്ടായിരുന്ന പല ഭാഗങ്ങളും, പൂഞ്ഞാറാണ് PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ തട്ടകം എന്ന് നമുക്കറിയാം. അവിടെ പഴയ പൂഞ്ഞാറിനൊപ്പം ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും ഇപ്പോൾ പാല എന്ന നിയമസഭാ മണ്ഡലത്തിൽ ആണ് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഇടം ആണ് പാല എന്നത്. അവിടെ കത്തോലിക്ക സഭയുമായുള്ള കുടുംബ ബന്ധം, അതോടൊപ്പം ഷോണിനും PC ജോർജിനും ഒക്കെയുള്ള ആത്മബന്ധം അടക്കം വോട്ടാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് BJP കണക്കിലാക്കുന്ന സാഹചര്യമുണ്ട്. ഈ മലയോര മേഖലയിലെ നേട്ടങ്ങൾ, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറാൻ പറ്റാത്ത ഒരിടം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും മലയോര മേഖലകളിലടക്കം BJP ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുന്നത് BJP. അതും മിഡിൽ കേരളയിലേക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കോട്ടയം പോലെയുള്ള ഒരു പ്രദേശത്ത് നമ്മൾ പ്രാദേശികമായൊക്കെ അച്ചായന്മാരുടെ നാട് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം അച്ചായന്മാരുടെ നാട്ടിലേക്ക് കൂടി BJP കടന്നു കയറുന്ന സാഹചര്യത്തിൽ എന്താണ് BJPയുടെ പ്രതീക്ഷ എന്നതാണ് ഇപ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്നത്. ശ്രീജിത്ത്, BJPക്ക് വിപുലമായ പ്ലാനുകൾ ഉണ്ട്. ഒരുപക്ഷെ വിജയം എന്നതിനപ്പുറത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക, ആ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ തെരഞ്ഞെടുപ്പിലല്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക, അങ്ങനെ ഒരു ദീർഘവീക്ഷണ പ്ലാൻ തന്നെയാണ് BJPക്ക് മുന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പൂഞ്ഞാറിനപ്പുറത്ത് പാലായിലേക്ക് ഷോണിനെ പരിഗണിക്കാൻ എന്താണ് കാരണം? അഭിലാഷ്, സാധാരണഗതിയിൽ അഭിലാഷ് നേരത്തെ പറഞ്ഞ 10-30-ലധികമുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ, ആ A ക്ലാസ് മണ്ഡലത്തിൽ പെടുന്നൊരു മണ്ഡലം പോലുമല്ല പാല എന്നതാണ് വസ്തുത. അവിടെ BJPക്ക് വേണ്ടി N ഹരി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 25,000 ആയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഉയർന്ന വോട്ട്. PC ജോർജ് ലോക്സഭയിലേക്ക് അതിന് പിന്നാലെ മത്സരിച്ചപ്പോൾ 27,000 വോട്ടെത്തി. അതായത് ഒരു 30,000 പോലും കടക്കാത്ത മണ്ഡലമാണ് പാല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് നേരത്തെ പറഞ്ഞ സാമുദായിക ഇക്വേഷൻ, പ്രത്യേകിച്ച് PC ജോർജും ഷോൺ ജോർജും BJPയിലേക്ക് എത്തിയപ്പോൾ ആ മേഖലയിലുണ്ടായ BJPയുടെ മുന്നോട്ട് പോക്ക് തന്നെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗം ആയ സ്ഥലങ്ങളിലും അതല്ലാതെ പൂഞ്ഞാറിൻ്റെ ഭാഗത്തുമൊക്കെ PC ജോർജിനും ഷോൺ ജോർജിനും സ്വാധീനമുള്ള ഇടങ്ങളിൽ BJPക്ക് പലയിടത്തും പ്രതിപക്ഷമാകാൻ ഉൾപ്പെടെ കഴിയുന്നു. ചിലയിടത്തെങ്കിലും ഭരണം പിടിക്കാനും BJPക്ക് കഴിയുന്നു. ഇപ്പോൾ പൂഞ്ഞാർ തെക്കേക്കരയിൽ ഭരണം പിടിക്കുന്നു. പൂഞ്ഞാർ പോലുള്ള സ്ഥലത്ത് 4 സീറ്റുകൾ,
മണ്ഡലങ്ങൾ അതൊക്കെ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. ഇപ്പുറത്തേക്ക് വന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ തലപ്പലം പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും ഒരു 4 സീറ്റോളം ഇത്തവണ BJPക്ക് പഞ്ചായത്തുകളിൽ പിടിക്കാൻ കഴിയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പുതുതായി രൂപപ്പെട്ട ഈ തലനാട് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അത് പഴയ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. അവിടെ BJP ഏതാണ്ട് 2000 വോട്ടുകൾക്കാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പരാജയപ്പെട്ടത്. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് ജനപക്ഷമെന്ന നിലയിലല്ല, സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിച്ചിട്ട് പോലും മറ്റ് 2 മുന്നണികളെയും മലർത്തി അടിച്ചുകൊണ്ട് അവിടെ വിജയിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഷോണിൻ്റെയും BJPയുടെയും ഒരു ആത്മവിശ്വാസമായി ഉയർത്തിക്കാട്ടപ്പെടുന്നത്. ഏതാണ്ട് 4 പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈ ഡിവിഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. PC ജോർജ് ഏതാണ്ട് 6 തവണ MLA ആയിരുന്ന സമയത്തുണ്ടായിരുന്ന പഴയ പൂഞ്ഞാർ ഉണ്ട്. ആ പൂഞ്ഞാറിൻ്റെ ഏതാണ്ട് 5ഓ 6ഓ പഞ്ചായത്തുകൾ ഇപ്പോൾ പാലയിലാണ് ഉള്ളത്. അങ്ങനെ PC ജോർജിന് വളരെ വ്യക്തിബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ പാലാ നിയോജക മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളെല്ലാം. അത് എലിക്കുളമായാലും തലപ്പലമായാലും തലനാടായാലും മൂന്നിലവായാലും ആ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. പഴയ പൂഞ്ഞാറിൽപ്പെട്ടതാണ് ഭരണങ്ങാനം പഞ്ചായത്ത്. അങ്ങനെ പലയിടത്തും സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. ഷോൺ ജോർജ് എന്ന സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുകയും ഷോൺ ജോർജിലൂടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ പാലായിൽ വിജയിക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് BJPയെ സംബന്ധിച്ചും ഷോണിനെ സംബന്ധിച്ചും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ ഒരുപക്ഷെ മത്സരിച്ചാൽ ജയമുറപ്പിക്കാൻ കഴിയില്ല. അവിടുത്തെ കഴിഞ്ഞ തവണയൊക്കെ PC ജോർജിനെ അവിടുത്തെ മുസ്ലിം ജനവിഭാഗം ഈരാറ്റുപേട്ടയിലൊക്കെ കാര്യമായി എതിർക്കുന്നു. അവർ തമ്മിലുള്ള പോരുണ്ടാകുന്നു. അവരുടെ വോട്ട് വേണ്ട എന്ന് PC ജോർജിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വിവാദമായതൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവിടെ. മറ്റൊന്ന്, ഈ പാലാ രൂപതയുമായി ബന്ധപ്പെട്ട വലിയ അടുപ്പം ഉള്ളവരാണ് അവിടെ മത്സരിക്കാൻ പോകുന്ന 3 സ്ഥാനാർത്ഥികളും. മാണി സി കാപ്പൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ MLA ജോസ് കെ മാണി ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഈ പാലാ ബിഷപ്പിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു വിഭാഗം അവിടേക്ക് മാർച്ച് നടത്തിയപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചു മാർച്ച് നടത്താനും ഒക്കെ മുന്നിട്ട് നിന്നത് PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് ഉൾപ്പെടെ ഉള്ളവരാണ്. അങ്ങനെ രൂപതയ്ക്കും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസമായി അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല, പൊതുവെ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു സാമുദായിക സമവാക്യത്തിൽ BJP അവിടെ ഒരു ഘട്ടത്തിലും ഒരു ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയെ അത്രത്തോളം ശക്തന്മാരെ നിർത്തുന്നില്ല എന്നതുകൊണ്ടാണ് കൂടുതൽ വോട്ടുകൾ കിട്ടാത്തത് എന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത്. അവിടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് NSS വോട്ടുകളൊക്കെ കാര്യമായ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പാലാ നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ ജോസ് കെ മാണിക്ക് പരാജയം ഉറപ്പായത് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം അത് മാണി സി കാപ്പനിലേക്ക് പോയി എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം അതിന് മുൻപ് 25,000 കിട്ടിയെടുത്ത് കഴിഞ്ഞ തവണ അത് നേരെ ഏതാണ്ട് 10,000 വോട്ടോളം അവിടെ കുറയുന്ന സാഹചര്യമായിരുന്നു അന്ന് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പ്രമീള ദേവിക്ക് കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടമുണ്ടാകും. അതൊരു യഥാർത്ഥ ത്രികോണ പോരാട്ടത്തിലേക്ക് പോവുകയും അവിടെ വിജയം ഉറപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്തായാലും BJPയുടെ വരവോടെ UDFും ഒപ്പം തന്നെ LDFും ഒക്കെ പുതിയ കണക്കുകൂട്ടലാണ്. LDFിനെ സംബന്ധിച്ച്, ജോസ് കെ മാണിയെ സംബന്ധിച്ച് BJP അവരുടെ വോട്ടുകൾ പരമാവധി പിടിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകളും ഒപ്പം തന്നെ LDF CPM വോട്ടുകളും കൂടെ പിടിച്ച് വിജയിക്കാം എന്ന കണക്കുകൂട്ടൽ അവരെ സംബന്ധിച്ചുമുണ്ട്. UDFിനെ സംബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു പൊതുതരംഗം, UDFിന് അനുകൂലമായ വികാരം, പാല ഒരു പരമ്പരാഗത UDF മണ്ഡലമാണ്. ഇതൊക്കെ UDFിന് അനുകൂലമായി വരും എന്ന് കരുതപ്പെടുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മത്സരം പാലായിൽ ഉണ്ടാകുന്നു. സാധാരണ ഗതിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിക്കാത്തൊരു മത്സരത്തിലേക്ക് പാല മാറുകയാണ്. അഭിലാഷ്. തീർച്ചയായും ശക്തമായൊരു ത്രികോണ മത്സരത്തിന് പാലായിൽ കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ ചില വോട്ട് കണക്കുകൾ ശ്രീജിത്ത് ഇതിനോടകം തന്നെ പങ്കുവച്ചു. 2019 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ PC ജോർജിന് ലഭിച്ച വോട്ട് വിഹിതം. ഞാൻ മറ്റു 2 ഡേറ്റകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് പങ്കുവച്ച ശേഷം ശ്രീജിത്തിലേക്ക് എത്താം. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFിനും LDFിനും ഒക്കെ ലഭിച്ച വോട്ട് വിഹിതം. പാലായെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് KM മാണിയുടെ പാർട്ടിയുടെ നിലപാട്, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ നിലപാട്, UDFിന്റെ ഭാഗമായിരുന്ന
കേരള കോൺഗ്രസ് എം പിന്നീട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ വോട്ട് കണക്കുകളിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ്. അവിടെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ചിട്ടുള്ളത് 53,315 വോട്ടുകളാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ബ്ലോക്ക്. ഈ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഡേറ്റ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇടതുപക്ഷത്തിന് ലഭിച്ചതാകട്ടെ 54,831 വോട്ട്. അപ്പോഴും NDAക്ക് ഒരു വോട്ട് വിഹിതം ഉണ്ട്. അത് 20,000-ൽ അധികം വോട്ടുകൾ തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 21,113 വോട്ടുകൾ നേടാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അത് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ കണക്കുമായി ഏതാണ്ട് താരതമ്യം ചെയ്ത് നിൽക്കാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ മണ്ഡലത്തിന്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു ചെറിയ മേൽക്കൈയുണ്ട്. അത് 1,518 വോട്ടുകളുടെ മേൽക്കൈയാണ്. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ 2021 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം മാണി സി കാപ്പനെ പോലെയുള്ള ഒരാൾ നേരത്തെ തന്നെ പാലായ്ക്ക് വേണ്ടി എപ്പോഴും പാലായിൽ സജീവമായി പാലായിൽ മത്സരരംഗത്തുണ്ടാവുകയും അങ്ങനെ ഒരു വിജയം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മാണി സി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാണി സി കാപ്പനാണ് 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിൽ ഡേറ്റ പങ്കുവയ്ക്കുമ്പോൾ ചെറിയ പിശകുണ്ട്, പ്രേക്ഷകർ ക്ഷമിക്കുക. മാണി സി കാപ്പന് ലഭിച്ച വോട്ട് എന്നത് 69,804 വോട്ടുകൾ എന്നതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ജോസ് കെ മാണിക്ക് ലഭിച്ചതാകട്ടെ 54,426 വോട്ടുകളാണ്. ഡോക്ടർ ജെ പ്രമീളാദേവി ആയിരുന്നു അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. കേവലം 10,869 വോട്ടുകൾ മാത്രമായിരുന്നു. അപ്പോൾ BJPയുടെ കണക്ക് പ്രകാരം BJPയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വർധന എന്നത് 100%-ലധികമാണ്. വോട്ടുകൾ ഇരട്ടിച്ച പശ്ചാത്തലം ആണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പൂഞ്ഞാറിൽ സ്വാധീനമുള്ള പൂഞ്ഞാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ പാലായിലുള്ള സാഹചര്യത്തിൽ ഷോണിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ BJP പ്രതീക്ഷയർപ്പിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ എതിരാളികൾ ആര് എന്നുകൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. കാരണം ഈ സൂചിപ്പിക്കുന്നത് പോലെ ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് മത്സര രംഗത്തേക്ക് വരുന്ന ആളുകൾ എങ്ങനെയാണ് പ്രതീക്ഷ പുലർത്തുന്നത് എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കേണ്ടത്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ മാണി വിഭാഗത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഷോൺ എത്തുന്നതോടെ വിജയം ഉറപ്പിക്കാം എന്നത് തന്നെയാണ് ഇവിടെ. ഈ ഷോണിന് നേരിടാൻ പോകേണ്ട എതിരാളികൾ സ്വാഭാവികമായും മാണി സി കാപ്പൻ, ജോസ് കെ മാണി. അതിൽ ജോസ് കെ മാണിയുടെ നോമിനി ജോസ് കെ മാണി തന്നെ ആയിരിക്കുമോ എന്നത് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഈ സ്ഥാനാർത്ഥികളിലുമൊക്കെ മാറ്റം വരാം. പക്ഷേ ഇവർ തന്നെ ആയിരിക്കും എതിരാളികളായി വരുന്നത്. അവരുടെ പ്രതീക്ഷകൾ കൂടി എന്ത് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ ഷോൺ എത്തുന്നതോടെ വിജയം ഉറപ്പ് എന്നതാണ് മാണി വിഭാഗത്തിന്റെ ഒരു പ്രതീക്ഷ. കാരണം വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയാലും തങ്ങളുടെ വോട്ടുകളിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എതിർചേരിയിൽ നിന്നുള്ള വോട്ടുകൾ ആണ് ഷോണിന് ലഭിക്കുക എന്നത് തന്നെയാണ് അവിടെ. അതായത് BJP വോട്ടുകൾ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ മാണി സി കാപ്പനാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതീക്ഷയെങ്കിൽ മാണി സി കാപ്പനാകട്ടെ UDF അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മാണി സി കാപ്പൻ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിബന്ധങ്ങൾ ഉള്ള, നേരത്തെയും തെരഞ്ഞെടുപ്പിലൊക്കെ പോരാട്ടത്തിനിറങ്ങി അങ്ങനെ അടക്കം സാമുദായിക ബന്ധവും ഒക്കെ പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തനിക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാണി സി കാപ്പനും പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ എങ്കിൽ പോലും ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് ശ്രീജിത്ത്? ഈ സൂചിപ്പിച്ചതുപോലെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് നമുക്കറിയാം. 25-ൽ അതിനെയും ഉയർത്താൻ പറ്റുന്ന ഒരു ശേഷി ഷോണിൽ കാണുമ്പോൾ മറ്റ് രണ്ട് വിഭാഗങ്ങളുടെയും, അതായത് മാണി സി കാപ്പന്റെയും ജോസ് കെ മാണിയുടെയും വോട്ടുകൾ ഒരുപോലെ കുറയുന്നുവെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അങ്ങനെയാണോ BJPയുടെ കണക്കുകൂട്ടൽ? തീർച്ചയായും അങ്ങനെ കണക്ക് കൂട്ടലിലാണ് BJP ഉള്ളത്. അങ്ങനെ മുന്നോട്ട് പോകാം, വളരെ മുന്നോട്ട് പോകാം. ഒരുപക്ഷെ ജയം വരെ ഉണ്ടാകാം. ഏതാണ്ട് അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1,35,000 അല്ലെ 1,40,000 വോട്ടാണ് ആകെ അവിടെ പോൾ ചെയ്യപ്പെട്ടത്. ഇത്തവണ ഒരുപക്ഷെ അതിൽ കൂടുമോ കുറയുമോ എന്നുള്ളത് വ്യക്തമല്ല, ഒരുപാട് ആളുകൾ വിദേശത്തേക്കൊക്കെ മാറിയതുകൊണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ടൊരു ത്രികോണ മത്സരമാണെങ്കിൽ ഏതാണ്ട് 45,000-ൽ പരം വോട്ടുകൾ കിട്ടിയാൽ തന്നെ വിജയിക്കാം എന്നുള്ളതാണ്. ഇനി അതല്ല, ഭൂരിപക്ഷത്തിലൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ കടന്നു പോയാൽ തന്നെ വിജയമുണ്ടാകും. അവിടെ നോക്കുമ്പോൾ BJPയുടെ കാര്യം വളരെ അകലെയാണ്. 21,000 എന്നുള്ളത് ഒരു കണക്കേ അല്ല.
പക്ഷേ നമ്മൾ പല മണ്ഡലങ്ങളും BJP A ക്ലാസ് മണ്ഡലമായി വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളുടെയും കണക്ക് ഒരു 2009 അല്ലെങ്കിൽ 2006 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 വോട്ട് കിട്ടിയ സ്ഥലത്ത് 40,000-ലേക്ക് കുതിച്ചുചാടുക. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മണ്ഡലം, ഇപ്പോൾ ചെങ്ങന്നൂർ അല്ലെങ്കിൽ ചാത്തന്നൂർ, അങ്ങനെ പല മണ്ഡലങ്ങളുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു കുതിച്ചുചാട്ടമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് BJP വോട്ടുകൾ അവിടെയുണ്ട്, അത് ഇടത് വലത് മുന്നണികളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ UDFന് സാധിച്ചിരുന്നു. മാണി സി കാപ്പൻ അനുകൂല തരംഗവും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതാണ് സംസ്ഥാനത്തൊട്ടാകെ ഇടതുമുന്നണി വലിയ തരംഗമായി വിജയിച്ച സമയത്തും പാലായിൽ പക്ഷേ ജോസ് കെ മാണിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അടിതെറ്റിയത് അത് ഒരു പ്രധാന ഫാക്ടറായി അത് തന്നെയാണ് ഉയർന്നു വന്നത്. ഇത്തവണ അതേ ഫാക്ടർ നിലനിർത്താൻ UDF ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നാണെങ്കിലും UDFിൽ നിന്നാണ്. മാണി സി കാപ്പൻ്റെ ഒരു പ്രത്യേകത അതാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും ജയിച്ച ആളാണ് മാണി സി കാപ്പൻ. അതിനു മുമ്പ് തുടർച്ചയായി KM മാണിയോട് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ മണ്ഡലത്തിൽ പരിചിതനായ ഈ പാലയെ സംബന്ധിച്ച് അവിടെയുള്ള കുടുംബങ്ങളുടെയൊക്കെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊന്നാണ് കാപ്പൻ കുടുംബം. തൊട്ടിപ്പുറത്ത് KM മാണിയുടെ പാരമ്പര്യം പേരിൽ തന്നെയാണ് ജോസ് കെ മാണി എത്തിയത്. പക്ഷേ ഒരു മണ്ഡലത്തിലാകെ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കണക്ക്, ഒരു 25,000 വോട്ട് BJPക്ക് കിട്ടിയിരുന്ന N ഹരിയെ പോലെ ഒരു നേതാവിന് കിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ 10,000-ലേക്ക് താഴുമ്പോൾ അവിടെ മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം കേവലം 15,000 ആയിരുന്നു എന്നുള്ളത് ഒരു കണക്കാണ്. ഇപ്പോൾ BJP വോട്ട് ജോസ് കെ മാണിയിലേക്കും പോയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ അവിടെ സമുദായ ബന്ധങ്ങൾക്കപ്പുറം, രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് കാപ്പനാണെങ്കിലും ജോസ് കെ മാണി ആണെങ്കിലും. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലേക്കും പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ രാമപുരത്താണെങ്കിലും രാമപുരം ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു പള്ളികളുടെ കാര്യത്തിൽ വളരെ സാമുദായികമായ ഇക്വേഷൻസ് പരമാവധി നന്നായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് ഇവിടെ. അവിടെയാണ് BJPയുടെ ഒരു യഥാർത്ഥ വോട്ട് ഈ 25,000 അല്ല എന്നവർ കണക്കാക്കുന്നത്. അത് ഷോണിനെ പോലൊരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി, രൂപതയുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുമ്പോൾ ഈ BJPയുടെ യഥാർത്ഥ വോട്ടുകൾ ഇതിനപ്പുറത്തേക്ക് എത്തുന്നു. കൂടെ ഇത്തരം സാമുദായിക വോട്ടുകൾ എത്തുന്നു. പരമ്പരാഗതമായ ഒരാൾ 6 ടേമൊക്കെ ഒരു സ്ഥലത്ത് MLA ആയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മുക്കിലും മൂലയിലും ഒക്കെ ബന്ധങ്ങളുണ്ടാകും, കുടുംബങ്ങളുമായൊക്കെ ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ PC ജോർജിനുള്ള ബന്ധം, ഷോൺ ജോർജ് അത് തുടർന്നു വന്നത് രീതി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറേ കാലമായി ഷോൺ ജോർജ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള വ്യക്തിബന്ധങ്ങൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സാധാരണ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ചർച്ച ഈ താമര ചിഹ്നത്തിലേക്ക്, BJP ചിഹ്നത്തിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമോ എന്നൊരു ചർച്ചയാണ് നടന്നത്. അത് ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഭരണം പിടിക്കുക, അതായത് പണ്ടവിടെ ജനപക്ഷം ഉണ്ടായിരുന്ന ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നേരെ BJP താമരയായിട്ട് പോലും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പാലാ മണ്ഡലത്തിലെ കാര്യമല്ല, പക്ഷേ ഈ മലയോര മേഖലയിലെ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഈ തലനാട് പുതിയ ഡിവിഷനിൽ അവിടെ ഏതാണ്ട് 10,000-ൽ പരം വോട്ട്, ഒരു 2,000 വോട്ട് അധികമായി പിടിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കുക BJP ആയിരുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിലാണ്. നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ പെട്ട സ്ഥലത്താണ് ജില്ലയിലാകെ BJPക്ക് 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകുന്നത് എന്നുള്ളത്. അതായത് ഈ വോട്ടുകൾ ഈ മേഖലയിലുള്ള ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ അത് ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. പക്ഷേ ഇത് പോരാ. അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു 20,000 വോട്ടിൽ നിന്ന് ഒരു 50,000 വോട്ടിലേക്ക് എത്തുക എന്നുള്ളത് പല മണ്ഡലങ്ങളിലും സാധ്യമായതാണ്. പക്ഷേ പാല പോലെയുള്ള ഒരു സ്ഥലത്ത് അത് എത്രത്തോളം, കാരണം തൊട്ടപ്പുറത്ത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും സംഘടനാ സംവിധാനത്തിലടക്കം അത്രയധികം കരുത്തരാണ്. താഴെ തട്ടിൽ നല്ല പ്രവർത്തനവും പ്രവർത്തകരും എല്ലാമുള്ള സംവിധാനമാണ്. തൊട്ടിപ്പുറത്ത് UDFന് അനുകൂലമായൊരു വികാരം ഒരു പരിധിവരെ നിൽക്കുന്ന മണ്ഡലമാണ് പരമ്പരാഗതമായി പാല. കാപ്പനും ജനകീയനായ നേതാവ് തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോട് 2 പേരോടും ഏറ്റുമുട്ടി ഷോൺ ജോർജിന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, വലിയ ആത്മവിശ്വാസമാണ്, കണക്കുകൂട്ടലാണ് ഷോൺ ജോർജിനെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. വിജയിക്കാമെന്നത് തന്നെയാണ് ഷോണിൻ്റെ കണക്ക്. തൊട്ടിപ്പുറത്ത് ജോസ് കെ മാണിയും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഷോൺ വരുന്നതോടെ BJP വോട്ടുകൾ ഷോൺ കൊണ്ടുപോകുന്നു. അതോടുകൂടി ജയിക്കാമെന്ന് ജോസ് കെ മാണി കരുതുന്നു. കാപ്പൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, ഇതെല്ലാം
സംസ്ഥാനത്തൊട്ടാകെയുള്ള UDF തരംഗത്തിന്റെ ഭാഗമായി കൂടി വരുമ്പോൾ അത് തനിക്ക് ഗുണമാകുമെന്ന് കാപ്പനും കരുതുന്നു. വ്യക്തിബന്ധങ്ങൾ വളരെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങൾക്കും കാര്യമായ സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി പാല മാറുകയാണ്. അഭിലാഷ്. യെസ്, എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ പാല എന്ന നിയമസഭാ മണ്ഡലം ഇതിനു മുമ്പ് അടയാളപ്പെടുത്തിയത് എങ്ങനെ എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് BJP കടന്നു കയറുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് വിജയത്തിലേക്ക് എത്തുമോ എന്നതിൽ ഉറപ്പില്ല എങ്കിൽ പോലും അതിശക്തമായ ത്രികോണ മത്സരത്തിലൂടെ കരുത്തുറ്റ ഒരു പോരാട്ടം കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷ തന്നെയാണ് BJP പുലർത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കാൻ BJP തയ്യാറെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.